ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പരമമായ ശ്രദ്ധയോടുകൂടി, അങ്ങേയറ്റ ശ്രദ്ധ, അങ്ങനെയുള്ള ശ്രദ്ധയോടുകൂടിയിട്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത്, അങ്ങനെയുള്ള സഗുണോപാസകൻ, ആ സഗുണോപാസകൻ മഹായോഗിയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മാടപ്പോത്തായിട്ട് ഭഗവാനെ ഉപാസിച്ചാൽ മതി, ചിതൽപുറ്റായിട്ട് ഭഗവാനെ ഉപാസിച്ചാൽ മതി. എത്രയോ ക്ഷേത്രങ്ങളില് പ്രതിഷ്ഠാ വിഗ്രഹം ചിതൽപുറ്റ, അല്ലെങ്കിൽ വൃക്ഷമായിട്ട് ഉപാസിച്ചാൽ മതി. ഏത് പ്രകാരത്തിലായാലും അത് ഭഗവാൻ എന്നറിയുമ്പോൾ അവിടെ മാറ്റം തുടങ്ങും. ഏകാഗ്രമായ ഭക്തിയോടുകൂടി ഉപാസിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ യോഗിയായി മാറുന്നു. നമുക്കറിയാലോ, തന്റെ കൂട്ടുകാരനായിരിക്കുന്ന കൃഷ്ണനെ ഭഗവാൻ എന്ന് കണ്ട് ആ ഭഗവാനിൽ തന്റെ സർവസ്വം സമർപ്പിച്ച സുദാമാവ് എന്ന പേരായ ബ്രാഹ്മണനെ ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കുചേലൻ എന്നാണ് മലയാളത്തിൽ നമ്മൾ പൊതുവിൽ പറയുക. സംസ്കൃത ഭാഗവതത്തിൽ സുദാമാവ് എന്നേ കാണൂ. മലയാളത്തിൽ നമ്മൾ അദ്ദേഹത്തെ കുചേലൻ എന്നാ വിളിക്കുക. രണ്ടുപേരും ഒരുമിച്ച് സാന്ദീപനി മഹർഷിയുടെ വിദ്യാലയത്തിൽ പഠിച്ചവരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അവര് തമ്മിൽ അവിടെ ജീവിച്ച പഠിച്ച സംഭവങ്ങൾ വളരെയേറെയുണ്ട്. ആ സംഭവങ്ങളെല്ലാം രണ്ടുപേരുടെയും മനസ്സിൽ പച്ച പിടിച്ചു നിൽപ്പുണ്ട്. ഈ കുചേലൻ അറിഞ്ഞു തന്റെ കൂട്ടുകാരനായ ദേവകീനന്ദനൻ, വസുദേവരുടെ പുത്രനായ വാസുദേവൻ, അദ്ദേഹം നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെ എന്നറിഞ്ഞു. സഗുണ സാകാരമായിട്ട് ഇതാ പീലിക്കോലും പീലിത്തിരുമുടിയും ധരിച്ച് കാലിക്കോലും കയ്യിലേന്തിയിട്ട് തന്നോടൊപ്പം ഇങ്ങനെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ കൂട്ടുകാരനായി പഠിക്കുകയും ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്തു. ആ തന്റെ കൂട്ടുകാരനെ ഇതെന്റെ കൂട്ടുകാരൻ മാത്രമാണ് എന്ന് തള്ളിക്കളയാതെ ആ കൂട്ടുകാരന് തനിക്ക് ലഭിച്ചത് തന്റെ പരമഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കൂട്ടുകാരനെ തികഞ്ഞ ശ്രദ്ധയോടുകൂടി ഉപാസിച്ചു. അവിടെ നിർഗുണ നിരാകാരത്തെ ഒന്നും മനസ്സുകൊണ്ട് അന്വേഷിച്ചു പോയില്ല. ആ സഗുണ സാകാര രൂപം കാലിക്കാലിൽ തടവിന പൊടിച്ചാർത്തുകൊണ്ട് അർത്ഥശോഭം പീലിക്കണ്ണാൽ കലിതചികുരം വീത കൗശേയ വീതം കോലും കോലക്കുഴലുമിയലും ബാലഗോപാലനീലം കോലം നീലന്തവ നിയതവും കോയിൽ കൊള്ളുകങ്ങളുള്ളിൽ. ഇങ്ങനെ തന്നെ ആ കുചേല ബ്രാഹ്മണൻ ജപിച്ചു നടന്നു. അങ്ങനെ ഇരിക്കവെയാണ് തന്റെ ജീവിതത്തില് പല പ്രകാരത്തിലുള്ളതായ ലൗകിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതും അദ്ദേഹം അറിയുന്നില്ല. എപ്പോഴും ഭഗവാന് സമർപ്പിതമായ മനസ്സാണ്, നിത്യയുക്തനാണ്, മനസ്സിളകുന്നില്ല. അപ്പോ ആ കഷ്ടപ്പാടുകളൊന്നും അദ്ദേഹം അറിയുന്നില്ല. ഭക്ഷണം കഴിച്ചെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഇത് രണ്ടും അദ്ദേഹത്തിന് തുല്യം. അപ്പോ അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങള് കഴിക്കാൻ ഭക്ഷണമില്ലാതെ കണ്ട് വിഷമിക്കുന്ന കണ്ടില്ലേ? നമ്മുടെ ഈ വീട് കുടില് അത് ഒടിഞ്ഞു വീഴാതായത് കണ്ടില്ലേ? അങ്ങയുടെ കൂട്ടുകാരനാണല്ലോ പ്രപഞ്ചത്തിന് മുഴുവൻ അധീശൻ, അദ്ദേഹം ദ്വാരകയിൽ വാഴുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ പോയി കാണണം നിർബന്ധിച്ചു. അങ്ങനെ പത്നിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇദ്ദേഹം അവിടെ അങ്ങോട്ട് പോണേ. അപ്പോ
കൊടുത്തയക്കാൻ എന്തെങ്കിലും വേണം, കാഴ്ചദ്രവ്യം. അവല് കൊടുത്തയച്ചു. എങ്ങനെ? പിച്ച എടുത്തു കൊണ്ടുവന്ന നെല്ല് അത് ഇടിച്ച്, ഇരുട്ടത്ത് ഇടിച്ച് അവലാക്കി. കല്ലും നെല്ലും ഒക്കെ ഉണ്ട്. പൊതിഞ്ഞു കിട്ടാൻ നല്ലൊരു വസ്തുവില്ല, നല്ലൊരു പാത്രമില്ല അത് വെച്ച് കൊടുത്തയക്കാൻ. ഉണ്ടായിരുന്ന പഴം തുണിയിൽ അതിനെ ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് കൊടുത്തയച്ചു. ഇതുമായിട്ട് അവിടെ ചെല്ലുമ്പോ നടന്ന് വേർത്ത് ദേഹം മുഴുവൻ ചേറായി. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ്. അതാണ് കുചേലൻ. വളരെ കീറിപ്പോയ മോശമായ വസ്ത്രത്തോടു കൂടിയവൻ. ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോഴേക്ക് 7-ാം മാളിക മുകളിലിരുന്ന അദ്ദേഹം, വാസുദേവകൃഷ്ണൻ, അദ്ദേഹം അവിടെ നിന്ന് ഓടിയിറങ്ങി വന്ന്, അപ്പൊ അവിടെയുള്ള ആളുകളെല്ലാം നോക്കുകയാണ് എന്താ ഇതെന്ന്. അതവിടെ പുതിയ സംഭവമല്ല. ഭഗവാൻ പലപ്പോഴും ഇതേപോലുള്ള മഹാത്മാക്കളെ എതിരേൽക്കാനായിട്ട് ഇങ്ങനെ വരും. ഭക്തദാസനാണ് അദ്ദേഹം. ഓടിയിറങ്ങി വന്ന് എല്ലാവരും നോക്കി നിൽക്കവേ അവിടെ ആ വെറും റോഡില് വീണ് കുചേലനെ ദണ്ഡനമസ്കാരം ചെയ്ത് കുചേലനെ തന്റെ മാറോടണച്ച് കുലുക്കി അവിടെ നിന്ന് നേരെ കൊട്ടാരത്തിന്റെ മുകളിൽ 7-ാം മാളിക മുകളില് അവിടെ എത്തിച്ചേർന്ന് താൻ തന്റെ പത്നിയോടൊപ്പം വിശ്രമിക്കാറുള്ള ആ രത്നപല്യങ്കത്തില് അവിടെ കൊണ്ടിരുത്തി കൂട്ടുകാരനെ. പിന്നെ അങ്ങോട്ട് പാദം കഴിക്കലായി, സൽക്കാരങ്ങളായി, പൂജയായി, പിന്നെ പഴയ കാലത്തെ കഥകൾ പറയലായി. കൂട്ടുകാരൻ നീ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായി. ഈ കോലാഹലങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് താൻ കൊണ്ടുവന്ന ഈ അവല് ഭഗവാനെ കാണിക്കുക? ഇല്ല, ഒന്നും കൊണ്ടുവന്നില്ല എന്ന് മറുപടി. ഇല്ല, ഇങ്ങോട്ട് വരുമ്പോഴേക്കും നിന്റെ പത്നി എനിക്ക് തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരാതെ അയക്കില്ല നിന്നെ. നീ കള്ളം പറയുന്നു. പിടിച്ചു വാങ്ങിച്ചു അദ്ദേഹം വാരി തിന്നു. ഇതാണ് ഭഗവാൻ. അങ്ങനെ ആ ഭഗവാനെ സഗുണസാകാരമായി തന്റെ കൂട്ടുകാരനായിരുന്നിട്ടും ഭഗവാനായി അറിഞ്ഞ് ആ അദ്ദേഹം കുചേലൻ സർവസമർപ്പണത്തോടുകൂടി അദ്ദേഹത്തെ ആരാധിച്ചതിന്റെ ഫലമായിട്ട് കുചേലന് സർവസ്വം വാരി കൊടുത്തു. കുചേലൻ ഒന്നും ചോദിച്ചില്ല, ചോദിക്കാൻ മറന്നേ പോയി. കാരണം ഭഗവാനെ കണ്ടാൽ പിന്നെ എന്താ ഓർക്കുക? ഭഗവാനെ കണ്ടില്ലെങ്കിലും ഭഗവാനെ മാത്രമേ ഓർക്കുന്നുള്ളൂ. അതാണ് യുക്ത തമനാണ് അദ്ദേഹം. ഭഗവാനെ കുറിച്ചല്ലാതെ വേറൊരു വിചാരവും ഇല്ല. അപ്പോ കുചേലൻ എന്ത് ചെയ്യും? ഒന്നും ഓർക്കുന്നില്ല, ഒന്നും ചോദിച്ചുമില്ല, ഭഗവാനൊന്നും പറഞ്ഞുമില്ല. ആ ഒരു പിടി അവർ വാരി തിന്നത് തന്നെ. 2ാമത്തെ പിടി വാരാൻ രുക്മിണി സമ്മതിച്ചില്ല. എങ്കിൽ പിന്നെ രുക്മിണി അവിടെ കുചേലന്റെ വീട്ടിൽ ദാസിയായിട്ട് പോവേണ്ടി വരും. അങ്ങനെ ആ ഒരു പിടി വാരി തിന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൃത് അതെന്ന ആ ഒരു പിടി അവലാണെന്നാണ് കൃഷ്ണൻ പറയണേ. കുചേലൻ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോ തന്റെ വീടിരുന്ന സ്ഥലത്ത് വലിയൊരു 7 നില മാളിക, സ്വർണനിർമ്മിതമായ മാളിക. അത്ഭുതപ്പെട്ടു പോയി. തന്റെ പത്നിയും മക്കളും എല്ലാം ഓടി വരുന്നു. അവർക്കെല്ലാവർക്കും ദേവന്മാരുടെ ചൈതന്യം അവരിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് ആരാണോ എന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഇന്ന രൂപമൊന്നുമില്ല, അവരുടെ മനസ്സിലിണങ്ങുന്ന രൂപം, ആ രൂപത്തില് ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവന്റെ ആ ഭക്തിയാണ് പ്രാധാന്യം. സഗുണോപാസനയാണോ നിർഗുണോപാസനയാണോ അതൊന്നുമല്ല. ആ ഏകാഗ്രമായ ഭക്തി അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ഇനി അടുത്തത് നിർഗുണ ഭക്തിയെ കുറിച്ച് ഭഗവാൻ പറയാണ് 3ഉം 4ഉം ശ്ലോകങ്ങളിലായിട്ട്. ഏത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്രഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സന്നിയമ്യ ഇന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഇവരും എന്നെ തന്നെ പ്രാപിക്കും. അവര് നേരിട്ട് നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെയായ എന്നിലേക്ക് വരും. കുചേലൻ സഗുണസാകാരനായ വാസുദേവകൃഷ്ണനിലേക്ക് ചെന്നു.
അങ്ങനെ സഗുണസാകാരമായി ആരാധിക്കുന്നവരെല്ലാം അവിടെ ചെല്ലും. ആ സഗുണസാകാര രൂപ നാമ ഭാവങ്ങളിൽ അവിടെ നിന്ന് ആ സഗുണസാകാരം നിർഗുണ നിരാകാരം തന്നെയാണ്. അവിടെ നിന്ന് നിർഗുണ നിരാകാരത്തിലേക്ക് പുരോഗമിക്കും. ഇതാണ് എളുപ്പമുള്ള മാർഗം. സഗുണോപാസന നേരിട്ടുള്ള നിർഗുണോപാസന ആകാം, പക്ഷേ വളരെയേറെ പ്രയാസം. അതാണ് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ സഗുണ സാകാര ഉപാസനയ്ക്ക്, ക്ഷേത്രോപാസനയെല്ലാം സഗുണ സാകാരോപാസനയാണ്. അതിന് ഭഗവാൻ വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യമേ അതിനെ ഉദാഹരിക്കാനുള്ള കാരണം അതാണ്. നിർഗുണ നിരാകാര ഉപാസന നിർഗുണ നിരാകാരനായ ഭഗവാനിലേക്ക് ഉടനെ നേരിട്ടെത്തിക്കും. മറ്റേ സഗുണ സാകാരത്തിൽ കൂടി നിർഗുണത്തിലെത്തിക്കും. ഇത് നേരിട്ട് നിർഗുണത്തിലെത്തിക്കും. അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട്. അവര് തേ പ്രാപ്നുവന്തി മാമേവ, അവരും എന്നിൽ തന്നെ എത്തിച്ചേരും, എന്നിൽ നേരിട്ട് എത്തിച്ചേരും. അവരെങ്ങനെയുള്ള ആളുകളാണെന്ന് പറയാണ്. ഏതു അക്ഷര അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ, ആരാണോ അക്ഷരത്തെ ഉപാസിക്കുന്നത് അവരെന്നിൽ എത്തിച്ചേരും, നേരിട്ട് എത്തിച്ചേരും. അക്ഷരത്തെ ഉപാസിക്കുക. അക്ഷരം ക്ഷരമല്ലാത്തത്, മാറ്റങ്ങളില്ലാത്തത്, ഒരിക്കലും നശിക്കാത്തത്, രൂപമാറ്റങ്ങൾ ഒന്നും സംഭവിക്കാത്തത്, അതിനെ ആരാണോ ഉപാസിക്കുന്നത് അവര് അതിലെത്തിച്ചേരും. അത് ഞാൻ തന്നെയാണ്, എന്നിൽ എത്തിച്ചേരും. എന്താ അക്ഷരമായിട്ടുള്ളത്? അക്ഷരമായിട്ടുള്ളത് പരമാത്മാവ് മാത്രം. ബാക്കിയൊക്കെ ക്ഷരമാണ്. മായാമയമായിട്ടുള്ളതെല്ലാം ക്ഷരമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, ജീർണിക്കുന്നതാണ്, രൂപഭേദം വരുന്നതാണ്, ഭാവഭേദം വരുന്നതാണ്, നിരന്തര പരിണാമങ്ങൾക്ക് വിധേയമാണ്. മായാമയമായിട്ടുള്ളതെല്ലാം മായ അതീതമായിരിക്കുന്ന നിർഗുണ നിരാകാര ബ്രഹ്മം, അതാണ് അക്ഷരം, ഒരിക്കലും മാറ്റമില്ലാത്തത്. അങ്ങനെയുള്ള അക്ഷരമായ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ആരാണോ ഉപാസിക്കുന്നത്, അങ്ങേറ്റത് ശ്രദ്ധയോടുകൂടി, അങ്ങേറ്റത് ഭക്തിയോടുകൂടി ആരാണോ ഉപാസിക്കുന്നത്, തേ പ്രാപ്നുവന്തി മാമേവ, അവര് എന്നിൽ തന്നെ എത്തിച്ചേരും നേരിട്ട്. യാതൊരു സംശയവും വേണ്ട. അത് ഭഗവാൻ ഉറപ്പായി പറയണം. ഇനി ആ ഭഗവാന്റെ ആ വിശേഷങ്ങൾ ഒന്നൊന്നായി പറയാണ്. ഭഗവാൻ അക്ഷരമാണെന്ന് പറഞ്ഞു. ആ ഓരോ വിശേഷങ്ങളെയും തേ പ്രാപ്നുവന്തി മാമേവ എന്നതിനോട് അന്വയിച്ച് നാം പഠിക്കണം. അനിർദ്ദേശ്യം, നിർദ്ദേശിക്കാൻ കഴിയാത്തത്, വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് കേൾപ്പിക്കാൻ കഴിയാത്തത്. നിർഗുണ നിരാകാര ബ്രഹ്മത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റൂല.